ഹലോ, ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീനും ചൊരക്കയും നമുക്കൊരു തേങ്ങാക്കറി വെക്കാം കേട്ടോ. തേങ്ങ അരച്ചുള്ളൊരു കറി വെക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്ത് കുറച്ച് മതി, ഇതധികം വേണമെന്നില്ല, കുറച്ച് മതി. പിന്നെ ഇതൊരു കഷ്ണം ചൊരക്ക, തക്കാളി, മുളക്, ഉള്ളി, വേപ്പില ഇതൊക്കെ ഇട്ട് നമുക്ക് അരിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ, മുറിച്ചിട്ട് കാണാം. അപ്പം നമ്മളിത് ചുരക്കൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് കഴുകിയിട്ടുണ്ട്. ഇവിടെ തക്കാളിയും ഒരു 1.5 തക്കാളി, 2 കുഞ്ഞുള്ളി, വേപ്പില, 1.5 പച്ചമുളക്. വലിയ മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1.5 ഇട്ട്. നമുക്കിതും ഇതിലോട്ടിടാം. എന്നിട്ട് നമുക്ക് പൊടികളിടാം. ഒരു 1/4 കൂടുതലല്ലേ, 1/4 കൂടുതൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ തന്നെ മുളക് പൊടി, പിന്നെ ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വറ്റി ഇതൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റുമായിട്ട് നമുക്കപ്പോഴത്തേനും മൂടി വെച്ച് വേവിക്കാം. നല്ല തിളച്ച് വെള്ളം ഞാൻ ഒഴിച്ചതിനേക്കാളും വെള്ളമായിട്ടുണ്ട്. ചുരക്കമ്മ വെള്ളം ഉണ്ടാവുമല്ലോ ഓൾറെഡി. നല്ലോണം ഒന്ന് വറ്റട്ടെ കേട്ടോ. കറിക്ക് ആവശ്യമുള്ള തേങ്ങയാണ്. തേങ്ങ ഒരു 3 കുഞ്ഞുള്ളിയും കുറച്ച് വേപ്പിലയും ഇട്ട് നമുക്ക് നല്ലോണം അരച്ചിട്ട് വരാം. വറ്റിയിട്ടില്ല, നല്ലോണം വറ്റട്ടെ. നമ്മൾ മുളക് പോരാ, ഒട്ടും എരിവില്ല എന്ന് തോന്നി. അപ്പം ഞാൻ ഒരു മുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഒട്ടും എരിവില്ലാതെ പോലെ തോന്നുന്നു. മുളക് പൊടി ഇനി വേണ്ട, മുളകിൻ്റെ ടേസ്റ്റിനുള്ള നല്ലത്. അപ്പം ഞാൻ ഒരു മുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് വറ്റിയിട്ട് അതിലോട്ട് ഒഴിക്കാം. ചെമ്മീനൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. അരപ്പൊഴിച്ച് മിക്സ് ചെയ്ത് കലക്കാം. തേങ്ങയും മിക്സിയൊക്കെ നമ്മൾ കഴുകി ഒഴിച്ചിട്ടുണ്ട്. തിളച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇപ്പം നോക്കിയേക്കാം. ഉപ്പൊന്ന് നോക്കാം. അപ്പം നമ്മുടെ കറി നല്ല തിളച്ച് ഉപ്പും എരിവും തക്കാളിക്ക് ഇട്ടുകൊണ്ട് നല്ല ചെറിയൊരു പുളിയും ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടായിട്ട് നമുക്ക് ഉള്ളിയും വേപ്പിലയും അതിലോട്ട് താളിച്ചൊഴിക്കാം. എല്ലാവരും അപ്പോൾ ഇതൊരു കറി ചെമ്മീനും ചെമ്മീനും ചൊരക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് എല്ലാവരും വെച്ച് നോക്കണം. എല്ലാവരും ഉണ്ടാക്കിയിട്ടൊരു ചേഞ്ചാണല്ലോ. നമ്മൾ എപ്പോഴും ചെമ്മീൻ കറി മാത്രം കൂട്ടിയിട്ട് മീൻ കറി കൂട്ടിയിട്ട് ഇത് കൂട്ടുമ്പോൾ നമുക്ക് ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്, ഇതുപോലെ വെക്കാറുണ്ടോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരണേ. നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാനേ. ഓഫാക്കണേ. നമുക്ക് അതിലോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചൊരക്ക തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു ലൈക്കും സബ്സ്ക്രൈബും തരണം. ഓക്കെ, താങ്ക് യു, ബൈ.